ഹലോ, ഒരു കുട്ടി നമസ്കാരം. എൻ്റെ യൂട്യൂബിൽ അങ്ങനെ അത്രയ്ക്ക് കാണാറില്ല. ഇപ്പം റീസെൻ്റ്ലി ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ഞാൻ എല്ലാ വീഡിയോ എടുക്കുമ്പോഴും ഒരു കംബാക്ക് എന്ന പ്രതീക്ഷയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എനിക്ക് ചൂടെടുത്തിട്ടായി തൊപ്പി വെച്ചിട്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഒരു കുട്ടി ഔട്ടിങ്ങാണ്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, ഇന്നത്തെ വെദർ ഇസ് എക്സ്ട്രീം ഹോട്ടാണ്. ആക്ച്വലി റെഡ് വാർണിംഗ് ആണ് അല്ലേ? റെഡ് അല്ലേ, അത് യെല്ലോ ആണോ? റെഡ് അലേർട്ടല്ലേ ഇന്ന് റെഡ് അലേർട്ടാണ്. നല്ല എക്സ്ട്രീം ഹീറ്റ് വേവ് ഉള്ള ദിവസമാണ്. ഇന്ന് എക്സ്പെക്റ്റ് 39 ഡിഗ്രി സെൽഷ്യസ് പോകുന്നതാണ്. ഇവിടെ നിന്ന് ആൾക്കാർക്ക് അതൊന്നും താങ്ങാനേ പറ്റില്ല. നമ്മൾ 30 എത്തുമ്പം തന്നെ നമ്മൾ ടയേർഡാവും. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇവിടെ നല്ല വെയിലാണ്. ഇന്ന് നല്ല എക്സ്ട്രീം ഹീറ്റ് തന്നെയാണ്. അപ്പം ഇവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് ആരും പുറത്തിറങ്ങരുതെന്നാണ്. പക്ഷെ ഞങ്ങളുടെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇന്ന് പുറത്തിറങ്ങാൻ അവസരം കിട്ടിയുള്ളൂ. അപ്പം ഞങ്ങൾക്കത് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. സിദ്ധുവിനെ വേണമെങ്കിൽ ഡേ കെയറിൽ വിടാതിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വിടാമെന്ന് വിചാരിച്ചു. പക്ഷേ അവരിപ്പോൾ പുതിയ ഡേ കെയർ ആയതുകൊണ്ട് അവിടെ ഇൻഡോറെല്ലാം നല്ല കൂളിങ് എയർ കണ്ടീഷൻഡ് അറ്റ്മോസ്ഫിയറാണ്. അപ്പം അവിടെ വിടുന്നതിൽ ഒരു പ്രശ്നമില്ല. ചിലർക്ക് വേണമെങ്കിൽ വിടാതിരിക്കാമെന്നും ചെയ്യാം. ഞങ്ങളവനെ വിട്ടു, കാരണം അവന് കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നത് അവിടെയാണല്ലോ. പിന്നെ ഞങ്ങൾക്ക് പുറത്ത് പോകുന്ന സിറ്റുവേഷനിലായതുകൊണ്ട് അവനെയും കൂടെ ഞങ്ങൾക്ക് കൂടെ കൂട്ടാൻ പറ്റത്തില്ല, പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല ഈ ചൂടത്ത്. സോ ഇറ്റ്സ് ബെറ്റർ അവനൊരു ഇൻഡോറിൽ തന്നെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഒരു കുട്ടി ഷോപ്പിംഗ്, അതായത് ഞങ്ങൾ അതിൻ്റെ ബർത്ത്ഡേ ഈ വീക്കെൻഡ് വരുവാണ്. അപ്പോൾ ഞങ്ങൾ ഫൈനലി എവിടെയെങ്കിലും ഒരു വീക്കെൻഡിന് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അത് വഴിയെ പറയാം. എൻ്റെ ഇടയിൽ കൂടെ അതിൽ പോയതാണ് കേട്ടോ. സോ വീക്കെൻഡ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവാം. അത് ഞങ്ങളുടെ ലൈഫിൽ സിദ്ധു വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് എവിടെയെങ്കിലും പോകുന്നത്. അത് ചിലരത് കേൾക്കുമ്പം എന്താ തമാശയായിട്ട് തോന്നാം. കാരണം ഇവിടെ ജീവിച്ചിട്ട് നമ്മൾ അവിടുത്തെ ട്രാവൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കുറേ അത് വിശ്വസിക്കത്തൊന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ സിദ്ധു ജനിച്ച് 2.5 വർഷത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 3 പേരും കൂടെ എവിടെയെങ്കിലും പുറത്ത് പോയി സ്റ്റേ ചെയ്ത ഒരു വീക്കെൻഡ് നമ്മൾ ഔട്ടിങ് പോകുന്നത്. ആൻഡ് ചൂട് കാരണം എനിക്കൊന്നും സംസാരിക്കാനും പറ്റില്ല, വേർത്ത് കുളിക്കുന്നു. ഓടിപ്പോയി കാറി കയറട്ടെ. അപ്പോൾ ഈ വീഡിയോയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ട്രിപ്പിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരിക്കും. സോ ഗെറ്റ് അലോങ് വിത്ത് അസ്. നമുക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ട് വരാം. അപ്പോൾ സീ യു ആഫ്റ്റർ ഫ്യൂ സെക്കൻഡ്സ്. ബൈ. ഇത് നടന്നാൽ നമ്മൾ എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്ത് കർട്ടൻസൊക്കെ ഇട്ടിരിക്കുക. കാരണം നമുക്ക് ഇന്ത്യയിൽ നമ്മൾ അത്രയും കൂളാക്കി വെക്കണമല്ലോ. ആൻഡ് കാറ് അതിൽ കൂളേ ഇട്ടിട്ടുണ്ട്. കാരണം നല്ല ചുട്ട് പഴുത്തിരിക്കുകയായിരിക്കും. ഇപ്പോൾ കയറിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങളൊരു അൽഫാം ചിക്കനെ പോലെ ഇരിക്കേണ്ടി വരും. സോ ഞങ്ങളുടെ ഗാർഡനൊക്കെ റീസെൻ്റ്ലി ചെയ്തു. അത് ഞാൻ ഷോർട്ട്ലി അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ കുറച്ച് കുട്ടി ചെടികളൊക്കെ വന്നിട്ടുണ്ട്. വെയിലത്ത് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെയിലൊക്കെ തന്നിട്ട് വേണം ഇനി വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ. ആൻഡ് അതിൽ ടെസ്ലയാണ് നമുക്ക് നേരത്തെ കൂൾ ചെയ്തിടാനുള്ള ഓപ്ഷനുണ്ട്. സോ അതിൽ നേരത്തെ വെൻറ്റിലേറ്റൊക്കെ ചെയ്ത് കൂൾ ഡൗൺ ചെയ്യുവാണ്. അതുവരെ വെയിലത്ത് നിൽക്കാൻ കഴിഞ്ഞ ഇപ്പോഴേ പുറത്തിറങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ നല്ല ഉഷ്ണിച്ച് വേർത്ത് കുളിച്ചു തുടങ്ങി. ഓ മൈ ഗോഡ്, നമ്മൾ തണുപ്പത്ത് ജീവിച്ചിട്ട് ഇങ്ങനെ ചൂടിങ്ങനെ കൊതിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടും കെട്ടൊരു അവസ്ഥയാണ്. ചൂട് കിട്ടുമ്പോൾ ഒടുക്കത്തെ ചൂടും, ഒരു 25 ഡിഗ്രി ഒക്കെ ആകുമ്പം ഫുൾ മഴയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ തണുപ്പ്. ഒരു പർട്ടിക്കുലർ വെതർ, ഒരു കോൺസ്റ്റൻറ്റ് വെതർ നമുക്ക് കറക്റ്റ്ലി നമുക്ക് ഔട്ട്ഡോർ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്തുവാ ഞാൻ ഓട്ടിക്കണോ വണ്ടി? ഞാൻ ചോദിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിന് റീസെൻ്റായിട്ട് ലെഗ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അത് കാരണം അതിൽ കുറച്ച് ദിവസം ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണ് ഇടയ്ക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അയ്യോ, തണുത്തിട്ടില്ല, നല്ല ചുട്ട് പൊള്ളുന്നു. 56 കാറിനകത്ത്. സിദ്ധുട്ടി അവിടെ കംഫർട്ടബിൾ ആയിരിക്കും വിചാരിക്കുന്നല്ലേ? പക്ഷെ കുട്ടികൾ കുറവാണ്.
അവർ ഇൻഡോറിൽ ലൈക്ക് അവർക്ക് ഇൻഡോർ പ്ലേ ജിം ഉണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും അവരെ കളിപ്പിക്കാൻ വിടുന്നത്. അതുകൊണ്ട് ഫൈനായിരിക്കും. ആൻഡ് ഇതാണ് ഞങ്ങളുടെ വില്ലേജാണ്. പക്ഷെ എന്നാലും ലൈക്ക് നല്ല ഹാപ്പനിങ് വില്ലേജാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ റോസസ് ഉണ്ടാകും കേട്ടോ. ഇപ്പം ആ വെയിൽ കാരണം ഫുള്ളും അത് കരിഞ്ഞ് ഉണങ്ങി. ഇപ്പം ഈ 38 കണ്ടിട്ട് കുറേ നാൾ കാണുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. അടുത്ത ആഴ്ചയൊക്കെ നല്ല മഴയായിരിക്കും. അതാണ് എക്സ്പെക്റ്റഡ് അല്ലേ? വീക്കെൻഡ് മഴയാണോ? ജർമ്മനിയിൽ എങ്ങനെയാ വെതറെന്ന് നോക്കിയിട്ടായിരിക്കും. അവിടെ ഒരു 30 കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കണം, വെതർ ആപ്പിൽ നോക്കണം ജർമ്മനിയിൽ എങ്ങനെ വെതറെന്ന്. അടുത്ത ആഴ്ച എല്ലാം ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് 22, 23, 25 ലൈക്ക് നല്ല വെയിലാണ്. മഴയില്ലാതെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ നല്ല കിടിലം വെതറാണ്. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. പിന്നെ എനിക്ക് സൺഡേ വരെ ഓഫാണ്. ഞാൻ പിന്നെ അതിൻ്റെ ബർത്ത്ഡേ സൺഡേ ആണോ മൺഡേ ആണോ? മൺഡേ അല്ലേ? അപ്പോൾ ഞാൻ മൺഡേയും ട്യൂസ്ഡേയും ഞാൻ ഓഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻ്റെ 2 മോർണിംഗ് ഷിഫ്റ്റ് ഞാൻ ഓഫായി. അപ്പോൾ എനിക്ക് 6 days കണ്ടിന്യൂസ്ലി ലൈക്ക് അടുപ്പിച്ച് എനിക്ക് വീക്കെൻഡ് കിട്ടി. അടിച്ചോഫായില്ല, ഓഫ് എടുത്ത് വീട്ടിൽ. എൻ്റെ ഹോളിഡേയ്സ് ആക്ച്വലി ഇത് നല്ല ഹോളിഡേ പീരീഡാണ്. വർക്കിലെല്ലാവരും ലൈക്ക് 1 week 2 week ഫുള്ളും. ഞങ്ങൾക്കിപ്പം 6 working days അല്ല ഞങ്ങളുടെ 1 week എന്ന് പറയുന്നത്. അപ്പം പ്ലസ് 4 days ഓഫും കൂടെ എടുക്കുമ്പം 1 week എടുത്ത് തന്നെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 10 days നമുക്ക് അവധി കിട്ടും. അപ്പോൾ അങ്ങനെ 2 cycles അടുപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ലൈക്ക് ഒരു ഹോൾ മന്ത് കിട്ടും. ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്നവർക്ക് 4 weeks എടുക്കണം. എൻ്റെ 2 weeks മാത്രം എടുത്താൽ മതി. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനിപ്പോൾ എല്ലാവരും ലൈക്ക് പക്ക ഹോളിഡേ സീസണിലാണ്. ഫോണെല്ലാം വലുതല്ല. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഹോളിഡേയ്സിലാണ്. ഞങ്ങളങ്ങനെ വലിയ ലോങ് ഹോളിഡേയ്സ് ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഭയങ്കര പീക്ക് സീസൺ ആയതുകൊണ്ട് എല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും. ഫ്ലൈറ്റ് ചാർജസും അക്കോമഡേഷനും എല്ലാം. പിന്നെ ഒബ്വിയസ്ലി ക്രൗഡഡ് ആയിരിക്കും. നമ്മൾ ഏതൊരു ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പോട്ട്സിൽ പോകുകയാണെങ്കിലും ഒബ്വിയസ്ലി ക്രൗഡഡും ആയിരിക്കും. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്കിപ്പോൾ ഇച്ചിരി ഫ്ലെക്സിബിളാണ്. കാരണം ഇതൊന്നും സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഏതൊരു ടൈമിൽ ഞങ്ങൾക്ക് വെക്കേഷൻ എടുക്കാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി പോകുന്നു. ഇത് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല. അവരുടെ വെക്കേഷൻ ഹോളിഡേക്ക് മാത്രമേ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റും. അപ്പം ഇനി 2 വർഷമുണ്ട് സിദ്ധക്ക് സ്കൂൾ തുടങ്ങാൻ. 4 വയസ്സിൽ കറക്റ്റായിട്ട് ഇവരുടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ മേ ബി ലേറ്റർ ഓൺ ഞാനത് പറയാം. അപ്പോൾ 4 വയസ്സിന് മുമ്പ് അത്യാവശ്യം എല്ലാം ട്രാവൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മുടെ വരുമാനവും നമ്മുടെ ലൈക്ക് സേവിങ്സും നമ്മുടെ ടൈമും എല്ലാം ഇതിൻ്റെ സ്യൂട്ടാണല്ലോ. അതിപ്പോൾ നടക്കാത്തതുകൊണ്ട് മേ ബി ലേറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറ്റി വെച്ചേക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഫൈനലി ആ ഒരു ഷോർട്ട് വീക്കെൻഡ് ട്രിപ്പ് അല്ലേ, അതിൽ കൺവിൻസ് ചെയ്തെടുക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. അങ്ങനെ ഫൈനലി അതിൻ്റെ ബർത്ത്ഡേ ആണ്ട് അതിൽ എഗ്രി ചെയ്തു അങ്ങോട്ടെങ്കിലും പോവാം. എവിടെയാണെന്ന് നമുക്ക് ഷോർട്ടിൽ കണ്ടറിയാം. ആദ്യം നമുക്ക് അതിൻ്റെ ഓഫീസ് വരെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിന് കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അവിടെ ലോക്കറിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സെയിം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ ഓഫീസസ് ഡിഫറെൻറ്റ് പ്ലേസസിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് മെയിൻ ക്യാമ്പസിലും അതിൽ ഹൈടെക് ക്യാമ്പസ് എന്ന് പറയും. ലൈക്ക് നമ്മുടെ ടെക്നോ പാർക്കിലെ നിറയെ കമ്പനീസ് ഉള്ളൊരു സ്പേസ്. ഇന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങി അവസാനം ഒരു പാർക്കിംഗ് കിട്ടി. മനസ്സാലോ അവ ഹാപ്പി ആയിരിക്കും. എത്ര ഇതിന്? പക്ഷെ നമ്മുടെ വീട്ടിൽ ഓട്ടിക്കാൻ സ്ഥലമൊന്നുമില്ല, അത് വേറെ കാര്യം. ഇപ്പോൾ വന്നിരിക്കുന്നത് മീഡിയ മാർട്ടിലാണ്. എനിക്കൊരു ട്രൈപോഡ്, എൻ്റെ പഴയ ട്രൈപോഡ് എൻ്റെ പഴയ ട്രൈപോഡ് ഞാൻ നാട്ടിൽ ഡിസംബറിൽ പോയപ്പം കളഞ്ഞിട്ട് വന്നു. അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ വീഡിയോസോ ഫോട്ടോസൊക്കെ നമുക്ക് സെൽഫായിട്ട് എടുക്കണമെങ്കിൽ ഒരു ട്രൈപോഡ് വേണം. ക്യാമറയുടെ ട്രൈപോഡുണ്ട്, പക്ഷെ അത് ടു ഹെവിയാണ്. പിന്നെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ വാക്കിനൊക്കെ പോവുകയാണെങ്കിൽ എന്തങ്ങനെ പുച്ഛമിടുക അങ്ങ്. അപ്പോൾ ട്രൈപോഡ് നോക്കാം ഫസ്റ്റ് ടൈം. അതാണ് വീഡിയോ മാറ്റി വന്നത്. വീട്ടിലിപ്പോൾ പുതിയ സ്വിച്ചൊക്കെ കുറയില്ലേ? പുതിയ സ്വിച്ച് കൺട്രോളർ വാങ്ങിച്ചില്ലായിരുന്നു നമ്മൾ അർജുൻ വന്നപ്പോൾ.
ബർത്ത്ഡേക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. അപ്പം അത് വേറെ ഏതോ സാധനം പിന്നീട് ഇറങ്ങത്തുള്ളൂ, അപ്പം മതിയിരുന്നു. ഇതെവിടെ പോവാ? ഈ അതിലിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ടെക് ഷോപ്പിൽ വന്നാൽ പിന്നെ വാങ്ങേണ്ട സാധനം വാങ്ങത്തില്ല. ഇപ്പം എന്തൊക്കെ നോക്കി, VR നോക്കി, പിന്നെ ഹെഡ്സെറ്റ് നോക്കി, എന്തൊക്കെയാ സ്പീക്കേഴ്സ് നോക്കി. എന്താ വാങ്ങാൻ വന്നെന്ന് ബോധമുണ്ടോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സ്വയമായിട്ട് അങ്ങ് മെയ്യുക. ഹലോ, ഞങ്ങൾക്ക് എടുക്കേണ്ടത് എടുത്തിട്ട് പോവാത്തല്ലോ. യൂസ് ചെയ്യോ ഗിംബലോ? ഗിംബലുണ്ട്, പക്ഷെ ഹൈറ്റ് ഇല്ല ഇനഫ്. എനിക്ക് കോമ്പാക്റ്റബിൾ ഇച്ചിരി ഹൈറ്റ് കൂട്ടാൻ പറ്റുന്ന ട്രൈപോഡാണ് ഞാൻ നോക്കുന്നത്. എന്ന കാര്യം നടന്നില്ല. ഞങ്ങൾ അന്വേഷിച്ച് വന്നത് മാക്സേഫ് ഉള്ള ട്രൈപോഡാണ്. എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഈ സ്റ്റോറിൽ നിന്ന് അത് കിട്ടിയില്ല. പകരം നമ്മുടെ ഇക്കയുടെ അടുത്ത് എക്കർ സ്ട്രൈറ്റിൽ ഇവരുടെ വേറെ സ്റ്റോറുണ്ട്, അവിടെ അവൈലബിൾ ആണ് ആൻഡ് റെഡി ഫോർ പിക്കപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് അവിടെ പോയത് പിക്ക് ചെയ്തിട്ട് വരാം. ഇതാണ് ഞങ്ങളുടെ സിറ്റി സെൻറ്ററും ഐൻഡോവൻ. നെതർലൻഡ്സിൽ ആംസ്റ്റർഡാമിൽ മാത്രമല്ല കേട്ടോ മലയാളികൾ, കുറേ അധികം സിറ്റീസിൽ മലയാളികളുണ്ട്. ഞങ്ങളുടെ സിറ്റിയാണ് ഐൻഡോവൻ. എന്താ വീണ്ടും തുടങ്ങി കട ഇവിടെ നേരത്തെ പണ്ട് ഇവിടെ അതിനപ്പുറത്തവിടെ ടെമ്പററി ആയിട്ട് കട, ചെറിയൊരു പെട്ടിക്കട. ഞാൻ വേറെ ഏതൊക്കെ ഷോപ്പിൽ കയറി ഇറങ്ങിയാലും ഞാൻ ഫൈനലി H&Mൽ വന്ന് എത്തത്തുള്ളൂ. കാരണം എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയാലും എൻ്റെ ബോഡിയുടെ ഫിറ്റിങ്ങിനനുസരിച്ചും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റിയും ഇതെല്ലാം എനിക്ക് കിട്ടുന്ന H&M എന്നാണ് കേട്ടോ. 1-2 ഐറ്റംസ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നോക്കുന്നു, ട്രയൽ ചെയ്ത് നോക്കാം. ഉള്ളതിൽ ഏറ്റവും വലിയൊരു ഡ്രസ്സിങ് റൂം നോക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് സമയമെടുത്ത് നമുക്കൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം ഞാൻ ചൂസ് ചെയ്ത ഐറ്റംസ് എല്ലാം എൻ്റെ കംഫർട്ട് സോണിന് പുറത്തുള്ള ഐറ്റംസാണ്. നമുക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സ് എല്ലാം നമ്മുടെ ചോയ്സാണ്. നമ്മൾ വേറെ ആരുടെയും സാറ്റിസ്ഫാക്ഷനോ അവരുടെ ഒപ്പീനിയൻ അനുസരിച്ചോ ഒരിക്കലും നമ്മുടെ ഔട്ട്ഫിറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക. ഒപ്പീനിയൻസ് ചോദിക്കാം, ഇഫ് ഇൻ കേസ് ലൈക്ക് നമുക്ക് ഈ ഡ്രസ്സ് സ്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അല്ലാതെ നമ്മളിത് ധരിക്കരുത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആർക്കും എത്താൻ പറ്റില്ല. എനിക്ക് വേണ്ട 1-2 ഐറ്റംസ് ഞാൻ എടുത്തു. കുറച്ച് ഐറ്റംസിൽ എനിക്ക് ഫിറ്റിങ്സ് അത് വളരെ സാറ്റിസ്ഫാക്ഷൻ ആയില്ല. അതിൽ പെടുന്നതാണ് ഈ 3 ഡ്രസ്സ്. ആ ഡെനിം ഡ്രസ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ മേ ബി സം അതർ ടൈം എന്ന് വിചാരിച്ച് ഞാനത് തിരിച്ചു വെച്ചു. എൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും പേയ്മെൻറ്റിൻ്റെ അവിടെ എന്ന് വിചാരിച്ചു. അതിന് വിപരീതമായി നമുക്ക് പെട്ടെന്ന് ബില്ല് ചെയ്ത് ഇറങ്ങാൻ പറ്റി. ചൂടും കൂടെ ആയതുകൊണ്ട് നമ്മളൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ബബിൾ ടീ കുടിക്കാൻ വന്നു. ആൻഡ് ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തെ പറ്റിയാണ്. ആർക്കെങ്കിലും ഇത് മനസ്സിലായെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാനിവിടെ പറഞ്ഞുതരാം. എൻ്റെ കയ്യിലിരിക്കുന്ന മുതലാണ് റെസ്റ്റോറൻറ്റ് ടേബിൾ കോൾ വൈബ്രേറ്റർ. നമ്മളിപ്പോൾ നമ്മുടെ ടേബിൾ നമ്പർ പിക്കപ്പ് ചെയ്തില്ലേ, അതേപോലെ സാധനം തന്നെയാണ്. പക്ഷേ ഇത് ഇറ്റ്സ് വൈബ്രേറ്റിംഗ്. അപ്പം നമ്മുടെ ഓർഡർ വരുമ്പോൾ അതിൽ ആ ലൈറ്റും കത്തും വൈബ്രേറ്റിംഗ് ആവും. നമുക്ക് ഡിസ്പ്ലേ നോക്കേണ്ട ആവശ്യമില്ല. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ഓർഡർ റെഡിയാണ്. ഡ്രിങ്ക്സിൽ മാത്രം ഒതുക്കാൻ തോന്നിയില്ല. കാരണം ഞങ്ങൾക്ക് വലിയ വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ വിശപ്പുമില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് വയറിനെ സമാധാനിപ്പിക്കാൻ കഴിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ബബിൾ ടീ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഡംപ്ലിങ്സ് വാങ്ങിച്ചു. ആൻഡ് ഇവിടെ നടക്കുന്നത് മൽപ്പിടുത്തമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജാപ്പനീസ് ആൻഡ് ചൈനീസ് ക്വിസീൻസ് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോപ്സ്റ്റിക്ക് കഴിവതും ഞങ്ങൾ ഉപയോഗിച്ച് ശീലിക്കാറുണ്ട്. ആൻഡ് ഇപ്പോൾ ഇച്ചിരി ഒരു ഗ്യാപ്പ് വന്നിരുന്നു. ആ ഗ്യാപ്പിൻ്റെ റിസൾട്ട് ഇവിടെ കാണാറുണ്ട്. ഞങ്ങൾ അതിൻ്റെ കൂടെ ചില്ലി ഓയിലും കൂടെ യൂസ് ചെയ്തിട്ട് ചോപ്സ്റ്റിക്കിൽ എത്ര പിടിച്ചിട്ടും ഡംപ്ലിങ്സ് കിട്ടുന്നില്ല. എടുക്കും തോറും അനുസരിച്ച് അതങ്ങ് ചിറകി പോവാണ്. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചാണ് അവസാനം ആ 2 പ്ലേറ്റ് ഡംപ്ലിങ്സും കാലിയാക്കിയത്. ഇതുവരെ എൻ്റെ ഷോപ്പിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒന്ന് എനർജൈസ്ഡ് ആയിട്ട് വേണം അതുലിൻ്റെ ഷോപ്പിംഗ്. ഇവിടെ എൻ്റെ റോൾ വളരെ മിനിമലാണ്. എൻ്റെ അഭിപ്രായങ്ങൾ പറയുക, അതിൽ ട്രയൽ ചെയ്യുക, അത് യെസ് ഓർ നോ എന്ന് മാത്രം ഫൈനൽ എഗ്രിമെൻറ്റ് പറയുക. നേരത്തെ പറഞ്ഞ പോലെ സിദ്ധുട്ടൻ ഡേ കെയറിലാണ്. സിദ്ധുട്ടനെ നമുക്ക് സിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അതിൽ പോയി സിദ്ധുവിനെ പിക്ക് ചെയ്തിട്ട് വന്നു. ആ സമയത്ത് ഞാൻ ഇച്ചിരി ഒന്ന് തെരച്ചിൽ നടത്തിയിരുന്നു. വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. എൻ്റെ ഫോൺ ഓൾമോസ്റ്റ് അപ്പം ചത്തിരുന്നു കേട്ടോ. കംഫർട്ടബിൾ നോക്കൂ.
കുറച്ചും കൂടെ ലിനൻ ടൈപ്പ് അങ്ങനത്തെ എടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ കംഫർട്ടബിൾ. ഇത് കണ്ടോ, ഇത് ആരാ എല്ലാം ഷടപടേ എന്നാണ്. സിദ്ധുവിനെ അതിൽ പോയി പിക്ക് ചെയ്തിട്ട് വന്നു. കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ പൊന്നി നല്ല ചൂടല്ലേ? ബ്ലെസ് യു. സിദ്ധുവിനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് സിദ്ധുവിൻ്റെ ഒരു ഹെയർ കട്ടിന് വേണ്ടിയാണ്. പറഞ്ഞതുപോലെ സിദ്ധുവിനെ ഹെയർ കട്ടിന് കൊണ്ടുവന്നേക്കാണ്. ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ സിദ്ധുവിൻ്റെ 1 വയസ്സ് കഴിഞ്ഞിട്ട് കറക്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഞങ്ങൾ സലൂണിൽ കൊണ്ടുപോയി മുടി വെട്ടിച്ചിരുന്നു. അതിനു മുമ്പെല്ലാം ഞങ്ങൾ വീട്ടിൽ വെച്ച് അതിൽ തന്നെയാണ് മുടി വെട്ടിയിരുന്നത്. നെതർലൻഡ്സിൽ ഞങ്ങൾ അങ്ങനെ സലൂണിൽ കൊണ്ടുപോയി ഒഫീഷ്യലി ഹെയർ കട്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. മോസ്റ്റ്ലി വീട്ടിൽ വെച്ച് തന്നെ അതിൽ ട്രിമ്മർ കൊണ്ട് തന്നെയാണ് അവൻ്റെ മുടി വെട്ടാറ്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോവല്ലേ, അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ സിദ്ധുവിനെ ഫസ്റ്റ് ടൈം നെതർലൻഡ്സിലെ സലൂണിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. ഡേ കെയറിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്ന കാരണം അതിന് വിശക്കുന്നുണ്ടായിരുന്നു, പിന്നെ ചൂടും കൂടെ അല്ലേ. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഡ്രിങ്ക്സൊക്കെ ജ്യൂസൊക്കെ കൊടുത്ത് സെറ്റാക്കി അവൻ്റെ കംഫർട്ടിനനുസരിച്ച് എല്ലാം ചെയ്തു കൊടുത്തു. ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ ആൾ അനങ്ങാതെ മിടുക്കനായിരുന്നു കേട്ടോ. ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. അങ്ങനെ സ്മൂത്തായിട്ട് ഹെയർ കട്ട് കഴിഞ്ഞു. സിദ്ധുബി കൊടുക്കാൻ കൈ നിങ്ങൾ പുറത്ത് വെളിച്ചം കണ്ടിട്ട് സമയം വൈകിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ലതൊന്ന് വൈകിയിട്ടുണ്ട്. അപ്പോൾ ഈ മുടി വെട്ടും കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിൽ പോയി എന്തെങ്കിലും ഡിന്നർ കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് തന്നെ നടക്കുന്ന സംഗതിയല്ല. അപ്പോൾ നമ്മൾ പോയ സലൂണിൻ്റെ നിയർ ബൈ തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയി നമുക്ക് എന്തെങ്കിലും ടേക്ക് അവേ വാങ്ങിച്ചിട്ട് പോകാം. കാരണം എനിക്ക് തീരെ ഒന്നും എനർജി ഇല്ല. നമ്മൾ രാവിലെ തൊട്ട് ഈ ചൂടത്ത് പുറത്തല്ലായിരുന്നോ. അങ്ങനെ നമ്മൾ ബിരിയാണി വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. ഫൈനലി ഞങ്ങൾ അങ്ങനെ വീട് എത്തിച്ചേർന്നിരിക്കുന്നു. എൻ്റെ സൗണ്ട് എന്താണെന്നറിയില്ല. ഇങ്ങനെ 2 ദിവസമായിട്ട് കോൾഡ് ഉണ്ട്, പക്ഷേ വോയിസിന് ഇതുവരെ എഫക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നിപ്പം സംസാരിക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു സ്ട്രോങ് വോയിസ് അല്ലേ. അപ്പോൾ ഞങ്ങൾ സിദ്ധുവിനെ വിളിച്ചു. ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു, ബിരിയാണി വാങ്ങിച്ചു. ഫ്രൈഡേസ് യൂഷ്വലി ഞങ്ങൾ വാങ്ങാറുണ്ട് എന്തെങ്കിലും. അപ്പോൾ ഇന്ന് ബിരിയാണി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അത്യാവശ്യമായിട്ട് സിദ്ധുവിന് വേണ്ട ഒരു ബോട്ടിലും പിന്നെ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന ഇച്ചിരി കണ്ടെയ്നേഴ്സ് വേണം, ട്രാവൽ ഫ്രണ്ട്ലി. അപ്പോൾ അത് നോക്കാൻ ഞങ്ങൾ എവിടെ പോയി, ബേബി ഡംബിൽ പോയി. ആക്ച്വലി ബേബി പാർക്കല്ല, ബേബി ഡംബിലാണ് പോയത്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യത്തെ മീഡിയ മാർക്കറ്റിൽ കയറിയിട്ട് എനിക്ക് ഗിംബലല്ല ട്രൈപോഡ് കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ച് എനിക്ക് മാഗ്സേഫിൻ്റെ തന്നെ ട്രൈപോഡ് വേണമായിരുന്നു. ഇക്കയുടെ അടുത്ത് എക്കസ്ട്രൈത്ത് എന്ന് പറയും, അവിടെ വേറൊരു മീഡിയ മാർട്ട് ഉണ്ട്. അപ്പോൾ ഇത് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മറ്റേ മീഡിയ മാർക്കറ്റിൽ നിന്നപ്പം തന്നെയാണ് ഞങ്ങളിവിടെ എന്ത് ചെയ്തു, ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തിട്ടിരുന്നു. പോയി കളക്ട് ചെയ്താൽ മതി, പിക്കപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ബേബി ഡംബും. എനിക്ക് എപ്പോഴും ബേബി പാർക്ക് തന്നെ വരുള്ളൂ, ബേബി ഡംബും. അപ്പോൾ അവിടെ പോയി ഞാനും സിദ്ധുവും പോയി സിദ്ധുവിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചു. അതിൽ പോയി ഇത് പിക്ക് ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡ് അടിച്ചു. അതിൽ സിദ്ധുവിനെ ഉറക്കാൻ കൊണ്ടുപോയി. സിദ്ധുവിൻ്റെ സമയം 9 മണിയായി. 8 മണിയെങ്കിലും ഞങ്ങൾ അവനെ കിടത്തും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വീഡിയോസ് എല്ലാം നമ്മുടെ ട്രൈപോഡ് കൊണ്ടെടുക്കാം. എൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ചൊന്ന് ഒതുക്കണം. ഫുഡ് കഴിച്ചതും ടേബിളിൽ തന്നെ ഇരിക്കുക, അതും എനിക്ക് ബാക്കി സോർട്ട് ചെയ്യണം, ഡിഷ് സോർട്ട് ചെയ്യണം. അതിന് മുമ്പ് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കണം. നല്ല ചൂടല്ലായിരുന്നോ, മനുഷ്യരെ പോലെ തന്നെ ഇവരും ദാഹിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെടിക്ക് വെള്ളം ഒഴിക്കട്ടെ. നമ്മുടെ ഗാർഡനൊക്കെ ചെയ്തിട്ട് അധികം നാളായിട്ടില്ല കേട്ടോ. നമ്മൾ ഈ കഴിഞ്ഞ മാർച്ചിൽ ആദ്യമൊക്കെയാണ് നമ്മളത് ഗാർഡൻ പണിയെല്ലാം ഫിനിഷ് ചെയ്തത്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന 1-2 ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിച്ചു. ഫുൾ ചെടികൾ വാങ്ങിച്ച് ഒറ്റ സമയത്ത് നമുക്കത് ചെയ്യാൻ നമുക്ക് ഫിനാൻഷ്യലിയും അത് സ്ട്രഗിളായിരിക്കും. പിന്നെ നമുക്കതിനുള്ള എനർജിയും ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട 1-2 ചെടികൾ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. ഇത് റോസ് കണ്ടോ? ആക്ച്വലി ഈ റോസിൻ്റെ യഥാർത്ഥ കളറ് ഇതാണ്. ലൈക്ക്
വെരി വൈബ്രൻറ്റ് റെഡ് കളർ. പക്ഷേ വെയിലിൻ്റെ ആഘാതമേറ്റ് കണ്ടോ ഫുള്ളും കരിഞ്ഞ് കളർ ഫുള്ളും ഫെയ്ഡായിപ്പോയി. അതിൻ്റെ നല്ലൊരു കളറായിരുന്നു എന്താണ്. അപ്പോൾ പറഞ്ഞു തന്നെ നമ്മൾ 2 ദിവസം മാറി നിൽക്കുമ്പോൾ തന്നെ നല്ല വെയിൽ, ഹോട്ട് സീസൺ ആയതുകൊണ്ട് തന്നെ ചെടികൾക്ക് വെള്ളമൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം ചെടിയൊക്കെ ഒന്ന് നനച്ച് വയ്ക്കാം. ഇനി നമ്മുടെ ഗാർഡനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഗാർഡൻ ഡിസൈൻ ചെയ്തതും ഇതിൻ്റെ ലേഔട്ടെല്ലാം ഫൈനലൈസ് ചെയ്തതെല്ലാം ഞങ്ങളാണ്. ആൻഡ് ഞങ്ങളിതൊരു സ്റ്റാൻഡ് അലോൺ പേഴ്സണാണ് നിങ്ങൾ വർക്ക് കൊടുത്തത്, ഒരു കമ്പനിക്കല്ല. അപ്പോൾ പുള്ളി തന്നെയാണ് ഞങ്ങളെ കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തതും മെറ്റീരിയൽ പർച്ചേസിങ്ങിനും എല്ലാം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു കാര്യത്തിലും ഗാർഡൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടില്ല. ലൈക്ക് നമ്മുടെ ഡിസൈനും പാറ്റേണും പുള്ളിയായിട്ട് ഷെയർ ചെയ്തു. ആൻഡ് പുള്ളി തന്നെയാണ് മെറ്റീരിയൽ ഔട്ട്സോഴ്സ് ചെയ്തതും ഹെൽപ്പേഴ്സിനെ വിളിച്ചതും എല്ലാം. സോ നമുക്ക് ഗാർഡൻ്റെ കാര്യത്തിൽ വളരെ വളരെ നമുക്ക് ടെൻഷൻ കുറവായിരുന്നു. ഫ്രണ്ടിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ എനിക്ക് ഇച്ചിരിയും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഫ്രണ്ട് ഗാർഡൻ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ദാഹത്തിൻ്റെ എന്താ പറയുക, ഇങ്ങനെ കൊതിച്ചിരിക്കത്തില്ലേ വെള്ളം, അങ്ങനെ കുടിക്കാൻ ഇങ്ങനെ വെള്ളം കൊതിച്ചിരുന്നപ്പോൾ എന്താ അറിയില്ല, എനിക്ക് ഈ ദാഹശമനിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി കുടിക്കാൻ നല്ലൊരാഗ്രഹം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത ഇവിടെ ഉണ്ട് സാധനം, ഞങ്ങൾ ഉപയോഗിക്കാറില്ല, പക്ഷെ കേടായിട്ടൊന്നുമില്ല. അങ്ങനെ കുറച്ച് ദാഹശമനി 13 അത് ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട് തണുത്ത വെള്ളം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. എനിക്ക് നല്ല തണുത്ത വെള്ളം കുടിക്കണമെന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഇങ്ങനത്തെ എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ഇച്ചിരി വെള്ളം ഇട്ട് കുടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി പാക്ക് ചെയ്യുക, എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ അക്കോമഡേഷൻ ഇതുവരെ ഒന്നും സെറ്റായില്ല. അതിലെന്തെങ്കിലും കാണിക്കും, എനിക്കത് ഇഷ്ടപ്പെടത്തില്ല, പിന്നെ അതിൽ പറയും എന്നാൽ നീ നോക്ക് എന്ന് പറയും. അങ്ങനെ പിന്നെ അങ്ങനെ അടിയായി പിന്നെ ഇതുവരെ ഒരു അക്കോമഡേഷനും ഞങ്ങൾ ഇതുവരെ സെറ്റാക്കിയിട്ടില്ല. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുളിച്ചിട്ടൊന്ന് സമാധാനമായിട്ട് അത് നോക്കണം, പാക്ക് ചെയ്യണം, കിടന്നുറങ്ങണം. നാളെ ഇച്ചിരി നേരത്തെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, കാർ ചാർജ് ചെയ്യണം, അത് അതിലിടുമായിരിക്കും. സിദ്ധുവിനെ പുറക്കുക, അതിന് ഇച്ചിരി വർക്ക് ചെയ്യാനും ഉണ്ടെന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ഏറെ ഇട്ട് പോയോ എന്ന് ഡൗട്ടില്ല. അല്ല, ഞാൻ കുറച്ച് വെള്ളം എടുത്തുള്ളൂ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കരുത്, ഇതെല്ലാം ഞാൻ സെറ്റാക്കും. ആദ്യം ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് നമുക്ക് ആ പരിപാടിയിലേക്ക് ഇറങ്ങാം. സോ ഞാൻ 13 ഇതിട്ട് നല്ല തിളപ്പിക്കുന്നു. തിളച്ച വെള്ളമാണ്, ഞങ്ങൾക്ക് കുക്കറുണ്ട്, ഹോട്ട് വാട്ടർ ടാപ്പ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ തിളച്ച വെള്ളം എടുത്തത്. അപ്പോൾ അത് പെട്ടെന്ന് തിളയ്ക്കും. ഒന്ന് ബോയിൽ ചെയ്ത് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി മാത്രം ഞാൻ ഒന്ന് തിളപ്പിക്കുന്നതേ ഉള്ളൂ അടുപ്പിൽ. ഈ പാത്രം ഞാൻ ഇതുവരെ അടുപ്പിൽ വെച്ചിട്ടുമില്ല, ആ കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ. കൈ കെട്ടിയോണ്ട് ഞാൻ എടുത്ത് പെട്ടെന്ന് അങ്ങ് അടുപ്പ് കയറ്റി. പുതിയ ട്രൈപ്പോണിൻ്റെ സെറ്റിങ്സ് ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, ഒന്ന് യൂസ് ടു ആവണം, പെട്ടെന്ന് ഈസി ടു ഹാൻഡിൽ ആവാൻ. വെള്ളമൊക്കെ ഇങ്ങനെ ഒരു ഉമിനീര് പോലും ഇല്ല എൻ്റെ തൊണ്ടയിൽ. ഇങ്ങനെ കൊതിച്ച് ലൈക്ക് അങ്ങനെ ആഗ്രഹിച്ച് ദാഹം അടക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളം കൊതിക്കത്തില്ല നമ്മൾ, ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ. ഇച്ചിരി വെള്ളം ഇങ്ങനെയിലൊന്ന് വയറ്റി പോയാൽ മതി. എൻ്റെ മുടിയാണെങ്കിൽ തീരെ ശരിയല്ല ഇപ്പോൾ. അതൊക്കെ ഇപ്പോൾ ചൂടും കൂടെ ആയതുകൊണ്ട് എൻ്റെ ചുരുണ്ട മുടി വളർന്നു വരുന്നതെല്ലാം മോശ അവസ്ഥയിലാണ്. വിൻ്ററിലാണെങ്കിൽ ഞാൻ ഇതെന്താ സ്ട്രെയിറ്റ് ചെയ്തല്ലോ, എന്താ പറയുക, ബ്ലോ ഡ്രൈ ആണ് ഞാൻ യൂഷ്വലി ചെയ്യാറ് ഡൈസൻ്റെ വെച്ചിട്ട്. അത് ചെയ്തിടുമ്പോൾ കുറേ നാളിങ്ങനെ കിടക്കും, അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് വാഷ് വരെ. പക്ഷെ ഇത് കുളിച്ചിട്ട് നെക്സ്റ്റ് ഡേ എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് അറിയത്തില്ല. ഇനിയിപ്പോൾ വാക്സ് വല്ലതും തേച്ചിട്ട് ഇനി ഒട്ടിച്ച് വയ്ക്കണം. നാളെ രാവിലെ പോകുന്നതിന് മുമ്പ് കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കണം. എല്ലാം കൂടെ സമയത്തിന് എത്തുമ്പോൾ ആകുമോ അറിയില്ല, നോക്കാം. കരിങ്ങാലി ദാഹശമനി ഇട്ട ഈ വെള്ളത്തിന് പ്രത്യേക നിറയല്ലേ. ഇത് കാണുമ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡിലാണ് എന്നെ കൊണ്ടുവന്നത്. അതായത് എൻ്റെ ഒരു 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ റെൻറ്റഡ് ഹൗസിലായിരുന്നു താമസിക്കുന്നത്. അവിടുത്തെ ലൈക്ക് ഓണേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് എൻ്റെ പാരൻസിനെ പോലെയായിരുന്നു അവരെന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് കിഡ്സ് ഇല്ലായിരുന്നു.
അപ്പോൾ അവിടുത്തെ സ്ഥിരം ആൻറ്റി ഉണ്ടാക്കുന്ന വെള്ളത്തിൻ്റെ ഫ്ലേവർ ഇതാണ്. സോ എപ്പോൾ ഈ വെള്ളം കണ്ടാലും എനിക്ക് ആ മെമ്മറി വരും. നമ്മുടെ ദാഹമൊക്കെ മാറ്റിയ സ്ഥിതിക്ക് നമുക്ക് പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇനിയാണ് സമയം എടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. എവിടെ പോകുന്നതിന് മുമ്പായാലും ഞാൻ ത്രെഡ് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഫേസ് റൈസർ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫേസൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം. ഇത് കഴിഞ്ഞ് വിസ്തരിച്ച് എനിക്കൊരു കുളിക്കണം, നമ്മുടെ ഹെയർ മാസ്കും ഒക്കെ ഇട്ട്. അതിനൊക്കെ എനിക്കൊരു 1-1.5 മണിക്കൂർ എടുക്കും എല്ലാം കഴിഞ്ഞ് മുടിയും ഡ്രൈ ചെയ്ത് വരാൻ. അപ്പോൾ വെറുതെ ഞാൻ ഈ വീഡിയോ വലിച്ചു നിന്നിട്ടില്ല. അപ്പോൾ ഈ വ്ളോഗ് ഇതുവരെ ഉള്ളൂ. Hope you like it. So see you soon.